ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എം വിത്ത് സിനിഫിലിയ. നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വളരെ സങ്കടമുള്ള ടോപ്പിക്കാണ്. ഫേസ്ബുക്കിൻ്റെ ഇൻഫ്ലുവൻസിൽ സ്വന്തം മക്കളെയും ഭർത്താവിനെയും വരെ ഉപേക്ഷിച്ച് ഒരു ഭാര്യയുടെ കഥയാണ്. കഥയെന്ന് പറഞ്ഞാൽ തുടക്കം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ എന്നെക്കാളും നല്ല മൂത്ത ചേട്ടനാണ്. പുള്ളി നമ്മുടെ വീടിനപ്പുറത്തുണ്ടായിരുന്ന ചേട്ടനാണ്. പുള്ളി എപ്പോഴും ഈ സഹായത്തിനുണ്ടായിരുന്നതാണ് പണ്ട് തൊട്ടേ. പക്ഷേ പുള്ളിയുടെ പറ്റിയ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ അനിയനും കൂടെ ദൂരെ ഒരു സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ വല്ല കഴിക്കാൻ മേടിക്കണമെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, വേണ്ട, എനിക്കായിട്ട് വേണ്ട, മേടിക്കണം എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൂടെ മേടിക്കാം, കാരണം എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ച് ഇറങ്ങത്തില്ല. അത്രയ്ക്കൊരു കുടുംബം എന്ന് മാത്രം ചിന്തിക്കുന്നൊരു മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടില്ല. കാരണം അത്രയ്ക്ക് അന്ന് പുള്ളി ഒരു വണ്ടിക്കടയിൽ അല്ലെങ്കിൽ ഒരു കാറിൻ്റെയൊക്കെ സെക്കൻഡായിട്ട് കാർ വിൽക്കുന്ന ഒരു കടയിൽ നിൽക്കുവാണ്. പ്ലസ് പുള്ളി രാത്രിയിൽ ഒരു ഓട്ടോ ഓടാൻ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പകൽ ഓടി മക്കളെയും ഭാര്യയും മാത്രം നോക്കി പെർഫെക്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ്, അല്ലെങ്കിൽ ഹ്യൂമനോട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മനുഷ്യൻ. കാരണം വീട്ടുകാരെ മാത്രം, അല്ലെങ്കിൽ മക്കളും ഭാര്യയും മാത്രം ചിന്തയുണ്ടായിരുന്നൊരു മനുഷ്യൻ്റെ കഥയാണ്. ഞാനപ്പം കുറേ നാളായിട്ട് പുള്ളിയെ കണ്ടിട്ടില്ല. ഞാൻ 10 വർഷത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 10 വർഷമാണ്. അവിടെ വീട്ടിൽ പോകുമ്പോഴും ആ ചേച്ചിയാണെങ്കിലും നല്ല സഹകരണമാണ്, നല്ല സ്നേഹമാണ്. നമ്മൾ വിചാരിച്ചു പെർഫെക്റ്റ് ഫാമിലി, ഒന്നും പറയാനില്ല, പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാമിലി. പക്ഷേ ഒരു 2 മാസം മുമ്പ് പുള്ളിയെ കണ്ടപ്പോഴാണ് എനിക്ക് കഥയുടെ എസൻസ് മനസ്സിലായത്, അല്ലെങ്കിൽ അവസ്ഥ മനസ്സിലായത്. പുള്ളി വളരെ വിഷമിച്ച് ഒരു ഊർജ്ജമൊന്നുമില്ല, ഓജസ്സും തേജസ്സും ഒക്കെ പോയൊരു മനുഷ്യനെ പുള്ളിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, എൻ്റെ മോനെ മൊത്തത്തിൽ ജീവിതം താഴോട്ട് പോയി. കൊറോണ കാലത്ത് മോക്ക് പഠിക്കാനായിട്ടൊരു മൊബൈൽ മേടിച്ചു കൊടുത്തു, ഒരു സാംസങ് കുറഞ്ഞ മൊബൈൽ. അപ്പം മോള് പഠനാവശ്യത്തിന് വേണ്ടി മേടിച്ചുകൊണ്ട് ബാക്കി സമയങ്ങളിൽ ഭാര്യ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കാണുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളിയൊന്നും പറയാൻ പോയില്ല. കാരണം ഭാര്യയെ പുള്ളിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. കാരണം ഒന്നും പറയണ്ട, കാരണം പെർഫെക്റ്റ് ആയിട്ട് ലവ് മാരേജാണ്. ഇവർ തമ്മിൽ തൊട്ടടുത്ത വീട്ടിലായിരുന്നു, അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ്. അപ്പം അതിനകത്തും ഒഫൻസ് ഒന്നും കാണാനില്ല. അപ്പം ഭാര്യ ഇടയ്ക്ക് ടൈം പാസിനായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുമ്പോൾ പുള്ളിയൊന്നും വിചാരിച്ചില്ല. പക്ഷേ കൊറോണ കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും, കൊറോണ കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം പെട്ടെന്ന് ഭാര്യയെ കാണുന്നില്ല. പുള്ളി ആകെപ്പാടെ പേടിച്ചു പോയി. പുള്ളി വിളിക്കാവുന്ന എല്ലാ ബന്ധുക്കളെയും വിളിച്ചു നോക്കി, കൂട്ടുകാരെ വിളിച്ചു നോക്കി, എവിടെയും ചെന്നിട്ടില്ല. പിന്നെയാണ് പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞത്, ഇതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരാളുടെ കൂടെ പോകുന്നു എന്ന് ഒരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജാണ് വന്നത്. വിളിച്ചു പറയാറ് ടെക്സ്റ്റ് മെസ്സേജാണ് വന്നത്. പുള്ളി അത് വിട്ടുപോയി. കാരണം അതിനകത്ത് പുള്ളിക്കാരിക്ക് പറ്റുന്ന പറഞ്ഞാൽ, ഈ ഫേസ്ബുക്കിലൂടെ അയാളുടെ ഫോട്ടോയും സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചു നല്ലൊരു ആളായിരിക്കും, നല്ല ഒരു പവിത്രതയുള്ളൊരു മനുഷ്യരായിരിക്കും, ഇങ്ങനെയൊക്കെ സൂപ്പറായിട്ടുള്ള മനുഷ്യരായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും പോയത്. പക്ഷേ പോയത് ഒരു നല്ല സീരിയസ് ക്രൈമിൽ അകപ്പെട്ടൊരു മനുഷ്യൻ്റെ കൂടെയാണ്, ഒരു വ്യക്തിയുടെ കൂടെയാണ്.